വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും നല്ല ചൂട് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ നീന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാം ടൈം ആയത് കാരണം പഠിക്കാൻ പറഞ്ഞാൽ അവന് അപ്പം വിശക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പം കുറച്ച് ദിവസമായിട്ട് ബർഗർ വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ബർഗർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ഫ്രഷ് ചിക്കൻ കിട്ടാനായിട്ട് നമ്മുടെ കണ്ണല്ലൂരുള്ള ഹെർബൂസ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ വന്ന ഉടനെ ഞാൻ എൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ട് സിമ്പിൾ മാഗ്നേഷൻ കേട്ടോ. തൈര്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 2 മണിക്കൂർ മതി. ഞാൻ പക്ഷേ ഇത്തിരി കൂടുതൽ നേരം ഇരിപ്പുണ്ടായിരുന്നു. കാര്യം ഇപ്പം വരുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി കേട്ടോ. ഡസ്റ്റിങ്ങിന് വേണ്ടി മൈദ, കോൺഫ്ലവർ, ഒറിഗാനോ, മുളക് പൊടി ഇത്രയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നല്ല ഐസ് കോൾഡ് വാട്ടറും കൂടെ വെച്ചിട്ടുണ്ട്. അതിട്ട് നമ്മുടെ ടെക്സ്ചർ കിട്ടത്തുള്ളൂ, KFC ടൈപ്പ്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൻ്റെ കൂടെ ആഡ് ചെയ്യാവേ. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ നല്ല ചൂട് എണ്ണയിലോട്ട് അങ്ങോട്ട് വറുത്തെടുത്താണ്ടല്ലോ KFC തോറ്റു പോകുന്ന ടേസ്റ്റിൽ നമുക്ക് ഫ്രൈഡ് ചിക്കൻ കിട്ടും. ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ഹോർമോൺസ് ഇല്ല, അതേപോലെ കളറില്ല, നമ്മുടെ MSG അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല ഫ്രഷ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജിംഗർ ബർഗർ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് സെയിം ഓയിലിൽ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നീവിന് പൊതുവേ വെജിറ്റബിൾസിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കാരണം നമ്മുടെ ലെറ്റ്യൂസ്, മയണൈസ്, ടൊമാറ്റോ സോസ്, ചീസിൻ്റെ സ്ലൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ ഇത്രയും നമ്മുടെ ബർഗറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ചെയ്താൽ മതി. അവർ വരുന്നതിന് മുമ്പ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് മയണൈസും ടൊമാറ്റോ സോസും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കുക്കുംബർ, ടൊമാറ്റോ അങ്ങനെയുള്ള ഐറ്റംസ് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുള്ള കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. പിന്നെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ സ്നാക്സ് റെസിപ്പീസ് വേണമെങ്കിൽ അതൊന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കില്ല. ടാറ്റാ ബൈ ബൈ, സീ യു.